ഒന്നാലോചിച്ചു നോക്കൂ, ഈ ഓട്ടത്തിനിടയിൽ നമുക്ക് ശരിക്കും എന്താണ് നഷ്ടപ്പെടുന്നത്? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോ ജീവിക്കുന്നത് ഭയങ്കര വേഗതയുള്ള ഒരു ഡിജിറ്റൽ ലോകത്താണല്ലേ. ഓരോ നിമിഷവും പുതിയ പുതിയ അറിവുകൾ, വാർത്തകൾ എല്ലാം നമ്മുടെ വിരൽത്തുമ്പില്. പക്ഷേ ഈ വേഗതയ്ക്കിടയില് നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ചൊന്ന് അകന്നു പോകുന്നത് പോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ഫോണിലൊക്കെ നോക്കിയാൽ ശരിക്കും അറിവിന്റെ ഒരു പ്രളയം തന്നെയുണ്ട്. പക്ഷേ ദിവസം കഴിയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിനെല്ലാം എന്താണൊരർത്ഥമെന്ന് നമ്മൾ സ്വയം ചോദിച്ചു പോകാറില്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയ ആയിരക്കണക്കിന് ഫ്രണ്ട്സ് കാണും. പക്ഷേ ശരിക്കും നമ്മുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ, നമ്മളെ ഒന്ന് കേൾക്കാൻ എത്ര പേരുണ്ടാകും? ഈ തിരക്കിനിടയിൽ നമ്മൾ കൂടുതൽ ഒറ്റപ്പെട്ടു പോവാണോ? അങ്ങനെ തോന്നാറുണ്ടോ? അപ്പോ എന്തായിരിക്കും ഇതിന്റെയൊക്കെ ഒരു കാരണം? നമ്മളെല്ലാവരും വളരാനും വിജയിക്കാനുമൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി പല കോഴ്സുകൾ ചെയ്യും, പുസ്തകങ്ങൾ വായിക്കും, അല്ലേ? എന്നിട്ടും പലപ്പോഴും നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്ന പോലൊരു തോന്നൽ. അതിന് ഒരു കാരണമുണ്ട്. ഇതിനെ അക്യൂസിഷൻ ട്രാപ്പ് എന്നൊക്കെ പറയും. സംഗതി സിമ്പിളാണ്. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിവ് നേടാനും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. പക്ഷേ ആ അറിവ് ഉപയോഗിക്കാൻ വേണ്ട നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും, ആ ഒരു ആന്തരിക എഞ്ചിനെ നമ്മൾ ശ്രദ്ധിക്കാൻ മറന്നുപോകുന്നു. ഇതിന്റെ ആദ്യത്തെ പ്രശ്നം വരുന്നത് നമ്മുടെ ജോലിസ്ഥലത്തായിരിക്കും. എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും കരിയറിൽ ഒരു മുന്നേറ്റം ഇല്ലാത്ത അവസ്ഥ, ഒരു തരം മുരടിപ്പ് പോലെ. അതുമാത്രമല്ല, ഇത് നമ്മളെ വൈകാരികമായും തളർത്തും. ചെയ്യുന്ന ജോലിയോടോ ചുറ്റുമുള്ളവരോടോ എന്തിന് നമ്മളോട് തന്നെയോ ഒരു താൽപ്പര്യമില്ലായ്മ, എല്ലാം മടുത്തു എന്നൊരു തോന്നൽ, ഒരു തരം ബേൺ ഔട്ട്. അപ്പോ എന്താണിതിനൊരു പരിഹാരം? നമുക്കിതൊന്ന് മാറ്റി ചിന്തിച്ചാലോ? വളർച്ച എന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഓടി നേടേണ്ട ഒന്നല്ല, മറിച്ച് ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന സ്നേഹത്തോടെയുള്ള ഒരു അനുഭവമാണെങ്കിലോ? അങ്ങനൊരു ചിന്തയിൽ നിന്നാണ് വെൽനെസ് ഫോർ ലൈഫ് അക്കാഡമി എന്ന ആശയം വരുന്നത്. ഇതൊരു കോച്ചിംഗ് സെന്ററോ സ്ഥാപനമോ അല്ല, ഇതൊരു പുതിയ ചിന്തയാണ്. ഇതിന്റെ ആശയം വളരെ ലളിതമാണ്. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ, പരസ്പരം മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ അറിവ് മാത്രമല്ല കാഴ്ചപ്പാടുകളും വളരും. നിങ്ങളുടെ കരിയരും നിങ്ങളുടെ മാനസികാരോഗ്യവും കൈകോർത്തു മുന്നോട്ടു പോകുന്ന ഒരിടം. അതുകൊണ്ട് തന്നെ ഇവിടെ പഠനം ഒരു ഭാരമായി തോന്നില്ല. കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരുപാട് പേരുടെ കൂടെ സ്വാഭാവികമായി നമ്മൾ വളരുന്നു. അപ്പോ ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് എന്ന് നോക്കാം. ഇതിന് കൃത്യമായ ശാസ്ത്രീയമായ ഒരു അടിത്തറയുണ്ട്. ഞങ്ങളുടെ ഈ രീതിക്ക് 3 പ്രധാന തൂണുകളുണ്ട്. 1 നമ്മുടെ മനസ്സ്, 2 ശരീരം, 3 നമ്മുടെ പെരുമാറ്റം. ഇവ 3ഉം ഒന്നോടൊന്ന് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഒന്നിൽ വരുന്ന മാറ്റം മറ്റൊന്നിനെയും സ്വാധീനിക്കും. അപ്പോ യഥാർത്ഥ മാറ്റം വരണമെങ്കിൽ ഇവ 3നെയും ഒരുമിച്ചു കാണണം. ഇതൊരു ഡ്യുവൽ സിസ്റ്റം പോലെയാണ്. ഒരു വശത്ത് നിങ്ങളുടെ പ്രൊഫഷണൽ കഴിവുകൾ, അതായത് ജോലിക്ക് വേണ്ട അറിവും സ്കിൽസും വളർത്താൻ സഹായിക്കുന്നു. അതിലും പ്രധാനമായി മറുവശത്ത് ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുന്നു. നിങ്ങളുടെ ആരോഗ്യം, സന്തോഷം, ബന്ധങ്ങൾ. കാരണം ഉള്ളിൽ നമ്മൾ ഓക്കെ അല്ലെങ്കിൽ പുറത്ത് ഒരു വിജയവും നിലനിൽക്കില്ല. ഇതിന്റെ ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ എന്തു വന്നാലും അതിനോട് പ്രതികരിച്ച് ജീവിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് നമ്മൾ തന്നെ ഏറ്റെടുക്കും, മുൻകൈയെടുത്ത് മുന്നോട്ടു പോകും. ഇതൊന്നും വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങളാണ്. ഞങ്ങളോടൊപ്പം നടന്നവരുടെ അനുഭവങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഉറപ്പ്. ഇതുവരെ 20,000-ൽ കൂടുതൽ മണിക്കൂറുകൾ, ഓരോ മണിക്കൂറും ഓരോ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. 15,000-ൽ കൂടുതൽ ആളുകൾ. ഇതൊരു വെറും കണക്കല്ല. പരസ്പരം താങ്ങും തണലുമായി വളരുന്ന ഒരു വലിയ കുടുംബമാണിത്. അവരിൽ ഒരു ടീച്ചറും രക്ഷിതാവും കൂടിയായ വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ മനസ്സ്, ശരീരം, പെരുമാറ്റം എന്ന ആശയം എന്റെ കണ്ണു തുറപ്പിച്ചു. എനിക്കിപ്പോൾ ജീവിതത്തിൽ ഒരു ബാലൻസ് തോന്നുന്നു, ഒരു ശക്തി തോന്നുന്നു. വേറൊരു പേരന്റ് പറഞ്ഞുവച്ചത് ഇങ്ങനെ: എനിക്കിങ്ങനെ ഒരു മാറ്റം ആവശ്യമുണ്ടെന്ന് ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല. ഇവിടുന്ന് കിട്ടിയ ഉൾക്കാഴ്ചകൾ ശരിക്കും ഫയറായിരുന്നു. ഒരു ഡോക്ടറുടെ വാക്കുകൾ കേൾക്കൂ. ഇത് വെറും അറിവ് തരുന്ന ഒന്നായിരുന്നില്ല, എന്റെ ഉള്ളിനെ തന്നെ സുഖപ്പെടുത്തുന്ന ഒരനുഭവമായിരുന്നു. ഈ അനുഭവങ്ങൾ ഓരോന്നും ഓരോ പുതിയ യാത്രയുടെ തുടക്കമാണ്. അപ്പോ ഇനി നിങ്ങളുടെ യാത്ര തുടങ്ങാനുള്ള സമയമാണ്. കാരണം വളർച്ച ആരും നമുക്ക് കൊണ്ടുതരുന്ന ഒന്നല്ല, അത് നമ്മൾ തന്നെ എടുക്കുന്നൊരു തീരുമാനമാണ്. അതിനുള്ള വഴി വളരെ ലളിതമാണ്. ആദ്യം സ്വയം മനസ്സിലാക്കുക, ഒരു അവബോധം. പിന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ആ പ്രവർത്തനം നിങ്ങളെ മൊത്തത്തിൽ മാറ്റും. അതുകൊണ്ട്
അവസാനമായി ഒരു ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിന്റെ, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ, കഴിവിന്റെ, വിജയത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ വെബ്സൈറ്റിലോ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഒരു പുതിയ തുടക്കത്തിന് ഈ സ്നേഹത്തോടെയുള്ള ക്ഷണം സ്വീകരിക്കുക. ഒരുമിച്ചു വളരാം.